ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 6-ാമത് വചനം. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മർത്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ വചനം ഒരിക്കൽ കൂടി ഒന്ന് പറയാം. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയമുള്ള, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ അത്യധികമായി പ്രേരിപ്പിച്ചത് നമ്മുടെ ഈ കഴിഞ്ഞ ഓശാന ഞായറാഴ്ചയിൽ ഡൽഹിയിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഓശാന ഞായറാഴ്ച കുരുത്തോല പ്രദക്ഷിണവും അവർ കുരിശിൻ്റെ വഴി ഒന്നിച്ച വർഷങ്ങളായിട്ട് ചെയ്തു പോന്നിരുന്നതാണ്. എന്നാൽ അവിടുത്തെ ഗവൺമെൻറ് യാതൊരു വിധത്തിലുള്ള ന്യായീകരണമില്ലാത്ത ദുർന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന വഴികൾ നിരോധിച്ചു. അതിനുള്ള പെർമിഷൻ കിട്ടിയില്ല. അതിന് ഗവൺമെൻറ്റും അധികാരികളും ഭരണാധികാരികളൊക്കെ നിരത്തുന്ന വാദങ്ങൾ വെറും ദുർബലമാണ്. അതുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, മനസ്സിൻ്റെ ഒരു വിഷമം, എൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളൊന്ന് അറിയാൻ വേണ്ടി അതൊന്ന് ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. നമ്മളൊരു ഗൗരവതരമായൊരു കാര്യം മനസ്സിലാക്കണം. ലോകത്തെമ്പാടുമായി 200 പരം രാജ്യങ്ങളിൽ, ഏതാണ്ട് 4-1 രാജ്യങ്ങളിൽ, അതായത് 50 രാജ്യങ്ങളിൽ പരം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ക്രിസ്ത്യാനികളോട് മാത്രം. ഇതിലൊരു വലിയ സത്യം മനസ്സിലാക്കണം. അത് എഫേസ്യസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചേർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെന്ന്. ശരിക്കും ദൈവപുത്രൻ്റെ സജീവ സാന്നിധ്യമുള്ള ഒരേ ഒരു സഭ, സജീവമായ സാന്നിധ്യമുള്ള ആരാധനാ വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെയാണ്. അത് ശരിക്കും യുദ്ധം പിശാചിനോടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് എല്ലാ വിധത്തിലും മനുഷ്യനെ അകറ്റി നിർത്താൻ ഈ യുദ്ധമുണ്ട്. അതിന് നമ്മുടെ ഈ സമരായുധങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം വരുത്തണമെന്നേ ഉള്ളൂ. സമരായുധങ്ങൾ നമുക്കൊരിക്കലും ജനികമായ ഈ സമരായുധങ്ങളിൽ ആശ്രയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ സഹായിക്കാനെന്ന വ്യാജേന പല അധികാരികളും പല ക്രിസ്ത്യൻ നാമധാരികളൊക്കെ നമ്മളെ സഹായിക്കുന്ന വ്യാജനമൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ നമ്മളൊക്കെ ആദിമ നൂറ്റാണ്ടിൽ ഈ സഭ ദൈവം പടുത്തുയർത്തിക്കൊണ്ടുവന്ന, ദൈവം സംരക്ഷിച്ച ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളെ തിരിച്ചറിഞ്ഞ് അതുപോലെ മുന്നോട്ട് പോയെങ്കിലേ ഇത് ശരിയായ രീതിയിൽ ഒരു ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുകയും തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വായിച്ചതാണ്, ജഗൽപൂരിലെ ക്രിസ്ത്യൻ വൈദികനെ പരസ്യമായി മർദ്ദിച്ചു. എന്താണ് അദ്ദേഹത്തിന് പേരുള്ള കുറ്റം? എന്താണ് ഒഫൻസ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ത് കുറ്റം ചെയ്തിട്ടാണ് ആ വൈദികനെ മർദ്ദിച്ചു? എന്നിട്ട് അതിനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളൊക്കെ അതിന് പല ബാലിശമായ ന്യായവാദങ്ങൾ ഉയർന്നു കേട്ടു. എന്തിനു വേണ്ടിയാണ് ആ വൈദികനെ മർദ്ദിച്ചത്? ഒന്നോർത്ത് നോക്കണം, ഇന്ത്യക്ക് ശരിക്കും ഒരു നല്ലൊരു ഭരണഘടനയുണ്ട്. ഭരണഘടനയ്ക്ക് വിധേയമായി ആർട്ടിക്കിൾ 14 പറയുന്നതനുസരിച്ചാണെങ്കിൽ പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പൗരൻ്റെ അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം എങ്ങനെയാണ് ഗവൺമെൻറ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇതെല്ലാം ഈ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മുഴുവൻ ആക്രമണവും മുഴുവൻ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായും മണിപ്പൂരിലെ ജനങ്ങൾ വളരെ ആഗ്രഹത്തോടെ, ആവേശത്തോടെ, താല്പര്യത്തോടെ BJP ഗവൺമെൻറ് അധികാരത്തിലേറ്റി. എന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന അതിദാരുണമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ അവിടെ ഗവൺമെൻറ് സ്പോൺസറായ ഒരു വലിയ കലാപം അഴിച്ചുവിട്ടു. ആ കലാപത്തിലുണ്ടായ ഒരു അത്യധികം വേദനാജനകമായ കാര്യങ്ങൾ നമ്മളെല്ലാം വന്ന് വളരെയേറെ പ്രാവശ്യം അതിനെപ്പറ്റി കേട്ടിട്ടുള്ളതാണ്. കലാപത്തിൽ 3 ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി. എന്നിട്ട് കലാപം കഴിച്ചിട്ട് ആ പ്രദേശം മുതൽ ആ സംസ്ഥാനം മുഴുവൻ കലാപം വ്യാപിച്ചു. അനേകം സ്ത്രീകൾ പരസ്യമായ കൂട്ട ബലാത്സംഗത്തിനിരയായി. അങ്ങനെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കഥ എന്താ? അത് ഗവൺമെൻറ്റാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്, ഓർക്കണം. അതിലേറെ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചന ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയത് അങ്ങേയറ്റം വേദനാജനകമായി നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ, മതേതര രാജ്യത്തിൽ കളങ്കമായി ഇന്ന് നിലനിൽപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളണം. സ്വാമി ലക്ഷ്മണയെ വധിച്ചത്
ക്രൈസ്തവരാണെന്ന് വളരെ ആസൂത്രിതമായി അങ്ങ് വരുത്തി തരും. നോക്കണം, ഒരു എത്ര വലിയ ചതിയാണെന്ന്, കൊലച്ചതി എന്ന് തന്നെ പറയാം. സ്വാമി ലക്ഷ്മണയെ വധിച്ചത് ക്രൈസ്തവരാണെന്ന വ്യാജേന ഒരു വ്യാജ പ്രചരണം BHP നേതാവ് അങ്ങ് നടത്തിയിട്ട് അദ്ദേഹം പ്രവീൺ പുകാടിയ അദ്ദേഹം കലാപാഹ്വാനം നടത്തുക ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് 10 ദിവസം വളരെ കലുഷിതമായ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 100 ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു. 60,000-ഓളം പേർ ഭവനരഹിതരായി. 300-ൽ പരം ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി. ഇതൊക്കെ ഒരു ഗവൺമെൻറ് നിയന്ത്രിക്കാനാവുന്നതിലേക്കും ആസൂത്രിതമായി കൊല ചെയ്ത. എന്നിട്ട് അങ്ങേയറ്റം വേദനാജനകമായ 2 പേരുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നത്. നിർമ്മലാ സീതാരാമൻ, അജിത് ജോവൽ എന്നിവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വ്യക്തികളിലോ രാഷ്ട്രീയ പാർട്ടികളിലോ ഒന്നും അഭയം പേടിട്ട് കാര്യം ദൈവത്തിലൊരു അടിയുറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി നമ്മളെ ഡിപ്പെൻഡ് ചെയ്താൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് അവരുടെ പദ്ധതികളുണ്ട്, അവർക്ക് അവരുടെ എയിമുണ്ട്. അതുകൊണ്ട് അത് നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യമല്ല, നമ്മളെ സഹായിക്കാൻ അല്ല ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ആദിമ നൂറ്റാണ്ടിലൊക്കെ ചെയ്തതുപോലെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നേറിയാൽ, നമ്മളെ സഹായിക്കുന്ന വിദ്യാധാരണയെ വിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ ശരിക്കും ദൈവഹിതമനുസരിച്ചുള്ള രീതിയിൽ മുന്നേറാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നത് നമ്മുടെ യുദ്ധവിധി പിശാചുവിനാണ് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ മനസ്സും സ്വഭാവവും പ്രവൃത്തിയെല്ലാം ദൈവത്തിൽ, യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് ഈ കലാപ ആഹ്വാനം നടത്തുന്നവരുടെയൊക്കെ മാനസാന്തരത്തിനും ഭരണാധികാരികളുടെ മാനസാന്തരം ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.